എടാ ഈ വീട്ടിൽ എന്താണ് ന്യൂസ് പേപ്പർ വരാത്തത്? ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ ന്യൂസ് പേപ്പർ ഇങ്ങോട്ട് വരുന്നില്ല. എടാ ഫ്രാങ്ക്ലിനെ എടക്ക് എന്താണ് ഷിൻചാനെ രാവിലെ തന്നെ സൗണ്ട് ഉണ്ടാക്കുന്നേ? എടാ ഫ്രാങ്ക്ലിനെ നിന്റെ ഈ റൂമിന്റെ അകത്ത് എന്താ ഉള്ളത്? ഈ വാതിൽ അടച്ചിട്ടേക്കുന്നവിടെ. എടാ അവിടെ എന്താ ഉള്ളത്? അവിടെ ഒന്നുമില്ല. എടാ ഈ റൂം ഒന്ന് തുറക്ക, അല്ലെങ്കിൽ ഞാനിപ്പോ തുറക്കും. നിക്ക് ഞാൻ തുറക്കാം. ഇപ്പൊ ഷിൻചാൻ തുറക്കുന്നതിന് മുമ്പ് ഷിൻചാന്റെ അടുത്ത് എത്തണം. പക്ഷെ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഷിൻചാന്റെ ഷോർട്ട് കട്ട് എടുക്കാം. ഇതിലേ പോവാ, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറാൻ ഷോർട്ട് കട്ട് എടുക്കാം. വെയിറ്റ്, ഗ്രില്ലിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? തുറക്കാരുന്നില്ല. എടാ തുറക്കല്ലേ, ഞാൻ വന്നിട്ട് തുറക്കാം. ഫ്രാങ്ക്ലിന് നീ പെട്ടെന്ന് വന്നില്ലേ, ഞാൻ അതിപ്പോ തുറക്കും. വെയിറ്റ് ഇതിലെ ചാടിപ്പോവാ. ചാടി ഇതിൽ ചാടാൻ പറ്റില്ല ഫ്രാങ്ക്ലിന്. അയ്യോ, ഫ്രാങ്ക്ലിന് ചാടാൻ അറിയില്ല. ഞാനിതിപ്പോ എങ്ങനെയും ഷിൻചാന്റെ അടുത്ത് ഇപ്പൊ എത്തണം. അവൻ തുറക്കുന്നതിന് മുമ്പ് വെയിറ്റ്, മേളിക്കറി. ഓ മേളിക്കറി, പുല്ലിന്റെ മേളിക്കറി. യോ മേളിക്കറി. പക്ഷെ ഇനി അങ്ങനെ ഇനി മതിലിന്റെ മേളിക്കറണോ? ടാസ്ക് ആണല്ലോ. ഓക്കെ, ഇതിലേ വാ. നിലത്ത് വീണാ ഞാൻ ചത്തു. നിലത്ത് വീഴാൻ പാടില്ല. ബൂം. ഞാൻ മേളിക്കറി. സോ ഇനി ഷിൻചാന്റെ അടുത്തല്ലേ. ഡേ ഷിൻചാനെ വാതിൽ തുറന്നാ? ഇല്ല ഫ്രാങ്ക്ലിൻ, നീ വേഗം വാ. വന്നു. ഡേ, നിന്നോട് ഈ ഡോറിന്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെന്താ ഫ്രാങ്ക്ലിനെ ഈ ഡോറിന്റെ അടുത്ത് വന്നാ? എടാ ഈ ഡോറ് എനിക്ക് ഈ ഓണർ വീട് തന്ന പാക പറഞ്ഞത് ഈ ഡോറ് തുറക്കരുതെന്നാ. അതെന്തുണ്ടാ? എനിക്കറിയില്ല ഇതിന്റെ ഉള്ളിൽ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഓണർ ഇടയ്ക്ക് വരാറുണ്ട് ഈ റൂം ഇവിടെ ഇല്ലാത്തപ്പോ ഇത് തുറന്നെന്തോ എടുക്കാറുമുണ്ട്. അതെന്താ? എനിക്കറിയില്ല, അതല്ലേ പറഞ്ഞേ. തുറക്കണോ? ആടാ ഇത് തുറക്കണം ഫ്രാങ്ക്ലിനെ, നിനക്കറിയണമെന്നില്ലേ? ആടാ എനിക്കും ഇപ്പൊ നീ പറഞ്ഞപ്പോ ഇതിൽ എന്താന്ന് അറിയണമെന്നുണ്ട്. ഇത് തുറന്നാലോ? എടാ തുറക്ക് ഫ്രാങ്ക്ലിനെ, തുറക്ക്. ആടാ അന്ന് ഞാൻ ഈ ഡോർ തുറക്കാം. വെയിറ്റ്, ഇതെങ്ങനെ ഇപ്പൊ തുറക്കുക? ഇനി കീയില്ലേ? എടാ കീ ഇല്ല, ഇതിപ്പോ പൊട്ടിക്കേണ്ടി വരും. എൻ്റെ കീ ഇല്ല, ആ ഓണറിന്റെ അല്ലേ കീ ഉള്ളത്. നമുക്കിത് പൊട്ടിക്കാം. പൊട്ടിക്ക. എങ്ങനെ പൊട്ടിക്കും? എൻ്റെ ഗൺസ് ഉണ്ട്, പക്ഷെ എനിക്ക് വീട്ടിന്റെ ഉള്ളിൽ ഗൺസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതെന്താ? എനിക്കറിയില്ല, എനിക്ക് ഗൺസ് കിട്ടൂല ഈ വീട്ടിന്റെ ഉള്ളില്. അതെന്തോ പ്രശ്ന. ഇപ്പൊ ഇത് ചവിട്ടി തുറക്കാന്ന് വിചാരിച്ചാൽ ചവിട്ടാനും പറ്റില്ല. വണ്ടി ഇടിച്ചു പൊട്ടിക്കാ. വണ്ടി ഇടിച്ചു പൊട്ടിക്കാൻ ഷിൻചാൻ നൈസ് ഐഡിയ. വണ്ടി ഇടിച്ചു പൊട്ടിക്കാം. വൈറ്റ് ബൈക്ക് എടുത്തോണ്ട് വരട്ടെ. വീട്ടിന്റെ പുറത്ത് നമ്മളുടെ ബൈക്കില്ലേ, എന്റെ പച്ച ബൈക്ക്, എടുത്തിട്ട് വരാം. ഫ്രാങ്ക്ലിൻ വേഗം പോയിട്ട് എടുത്തിട്ടാ. ആടെ ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ബൈക്ക് അവിടെ പോയി. എവിടെ എന്റെ ബൈക്ക് കാണുന്നില്ല ഷിൻചാനെ? ഗരാജിന്റെ ഉള്ളിലും ഇല്ല. ഫ്രാങ്ക്ലിനെ ആ ബൈക്ക് ഇന്നലെ മൈക്കിൽ വന്നിട്ട് എടുത്തിട്ട് പോയി. യോ ബോയ്, എടാ ഇനി എന്ത് വെച്ചിടിക്കും? മൈക്കിലാ എടുത്തിട്ട് പോയി. ഞാൻ ഇനി എന്ത് വെച്ചിട്ട് ആ വാതിൽ ഓർക്കും? ഫ്രാങ്ക്ലിനെ വെയിറ്റ്, ഞാൻ ഒരു വഴി കണ്ടിടിക്കാം. എന്ത് വഴിയടാ? എന്റെ ഒരു സാധനം ഉണ്ട്. ശരിക്കും എന്ത് സാധനാ? ഞാൻ വരുന്നത് ഷിൻചാൻ, ഞാൻ വരുന്നത്. എന്ത് സാധനാ? ഒരു പവർഫുൾ വെപ്പണ, ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഏത് പവർഫുൾ വെപ്പൺ? നിനക്കറിയാ ഏത്? എടാ ഞാൻ എടുത്തിട്ട് വരാം, നീ ഇവിടെ നിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. എടാ ഷിൻചാന് കിട്ടിയോ സാധനം? കിട്ടി, ഞാൻ വരുന്നുണ്ട്. ടൺ 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 ടൺ. എത്തിയാ? എവിടെ സാധനം? എന്റെ കയ്യിലുണ്ട്, ഞാനിപ്പോ തുറന്ന് കാണിച്ചു തരാം. ഫ്രാങ്ക്ലിനെ കണ്ട എന്റെ ബുദ്ധി. എന്ത് ഹാമറാ? അത് ചെറിയൊരു ഹാമർ. ഫ്രാങ്ക്ലിൻ ഇത് വെച്ച് ഞാൻ തുറക്കും, പക്ഷെ ലോക്ക് പൊട്ടുന്നുണ്ട്. എടാ എവിടെ പൊട്ടുന്ന? ആ ഹാമർ വെച്ച് നിനക്ക് തോന്നുന്നുണ്ട് ഇത് പൊട്ടുന്ന്? ഫ്രാങ്ക്ലിന് ഇത് പൊട്ടും. എന്നിട്ട് നീ കൈ വെച്ച് എന്തിനാ തട്ടിക്കൊണ്ടിരിക്കുന്നേ? എടാ തട്ടിയ ഭാഗത്ത് എനിക്ക് ഒന്ന് തുറക്കാൻ പറ്റുമെന്ന്. എടാ അങ്ങനെയൊന്നും പറ്റില്ല, ഇത് തുറക്കാൻ. മാറി നീ ഇവിടുന്ന്. ഞാൻ തുറക്കായത്. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ ഫ്രാങ്ക്ലിനെ? എടാ ഈ എന്തായാലും ഇതിനെക്കാട്ടി നല്ലൊരു ഐഡിയ കിട്ടിയേക്കുന്നേ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വെപ്പൺ ഞാൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് എറിയും. എൻ്റെ ഇത് ഇവിടെ പുറത്ത് വന്നാൽ എനിക്ക് വെപ്പൺ ഉപയോഗിക്കാം. സോ ഞാൻ ബോംബ് എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞാൽ എനിക്ക് പൊട്ടിക്കാമല്ലോ. ഫ്രാങ്ക്ലിനെ അത് വിഷയ ഐഡിയ ആണല്ലോ. ഞാൻ ഈ ഹാമർ ഇവിടെ വാ, നീ അത് ചെയ്. ഓക്കെടാ ഫ്രാങ്ക്ലിൻ, അപ്പൊ നമുക്ക് പുറത്തേക്ക് വെക്കാം. വാ. പുറത്തുനിന്ന് എനിക്കിവിടെ വെപ്പൺ ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു പ്രശ്നമുണ്ട്. ആടാ നീ പറഞ്ഞേ. ഞാൻ അതുകൊണ്ട് ഈ ബോംബ് എടുത്ത് ഇവിടുന്ന് എറിയാൻ പോവാ. ഓക്കെ, ഷിൻചാന് ചെവിയൊക്കെ അടച്ചിരുന്നോ? ഇവിടെ വലിയ സീനാവും. 3, 2, 1 ബൂം. എടാ പെർഫെക്റ്റ് അല്ലായിരുന്നോ? ഫ്രാങ്ക്ലിനെ പെർഫെക്റ്റ് ആയിരുന്നു. വാ നോക്കാം. വാ. എടക്ക് ഡോർ തുറന്നാണ്. ഡോർ തുറക്ക്. ഡോർ തുറന്നില്ലടാ. എന്നിട്ടും ഒന്നുകൂടെ അറിയാം. കുറച്ച് ദൂരെ അവിടെ ഇരുന്ന് പൊട്ടി. അതുകൊണ്ടാണ്. നമ്മുടെ വേറൊരു സാധനമുണ്ട്, ഈ RPG യൂസ് ചെയ്ത് നോക്കാം. 3, 2, 1 ബൂം. തീ കത്തി. മൊത്തം സീനായി. ഷിൻചാനെ മാറി ഇപ്പൊ ഈ ഗണ്ണുവെല്ലാം കൊണ്ട് നമ്മൾ രണ്ടുപേരും ചത്തേനെ. സോറി ഫ്രാങ്ക്ലിൻ, ഞാൻ ശ്രദ്ധിച്ചില്ല. അറിയാണ്ട് തട്ടിട്ടാ. നീ വാ. എടീ തീ കയറി നിക്കണ്ട, ചാവും. തീയിൽ നിക്കണ്ട. നീ ചാവും. തീ പിടിക്കൂ. പറഞ്ഞാലും മനസ്സിലാവൂല ഇവന്. വെയിറ്റ്, ആ ഡോർ തുറന്നോന്ന് ഞാൻ നോക്കട്ടെ. നീ തീയിലോട്ട് വരല്ലേ? എടാ തുറന്നിട്ടില്ല. വാ.
വാ 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 തുറന്നിട്ടില്ല. വേറെ എങ്ങനെയും തുറക്കണം. എടാ ഫ്രാങ്ക്ലിൻ നീ ഒന്ന് തുറക്കുവോ? അന്ന് എൻ്റെ മെയിൻ സാധനം ഉപയോഗിക്കുക, സ്റ്റിക്കി ബോംബ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് സ്റ്റിക്കി ബോംബ് അയ്യോ സ്റ്റിക്കി ബോംബ് ഇവിടെ വീണടാ. സ്റ്റിക്കി ബോംബ് അങ്ങോട്ട് എറിയും. അങ്ങ് പോയി, അത് അവിടെ ആ ഭിത്തി കൊണ്ടാൽ മതി. പെർഫെക്റ്റ് 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 പെർഫെക്റ്റ്. കുറച്ചപ്പുറത്ത് തിരിച്ചു. പെർഫെക്റ്റ്. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് 2 സ്റ്റിക്കി ബോംബ് അവിടെ എറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ടോട്ടൽ 5 സ്റ്റിക്കി ബോംബ്. ഇവിടുന്ന് മാറിക്ക്, നിന്റെ തലേൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കി ബോംബ്. ഓക്കെ, പൊട്ടിക്ക. 3, 2, 1 ബൂം. എടാ വീട് മൊത്തത്തിൽ പൊട്ടിയുടെ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ പ്രശ്നമില്ല, അതിന്റെ ഉള്ളിലേക്ക് വന്ന് ഡയമണ്ട് പോലെ എന്തോ ഉണ്ട്. എടാ എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്, പക്ഷെ ഡോറ് എടാ ഈ ഡോർ എന്നിട്ടും തുറന്നില്ല. എടാ ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ഇതെന്താ തുറക്കാത്തെ? എടാ എനിക്കറിയില്ല, എനിക്കിനി ഒറ്റൊരു വഴിയും കൂടി അറിയോ. ഈ വഴി എന്തായാലും വർക്കൗട്ട് ആവും. അതെന്ത് വഴിയാ ഫ്രാങ്ക്ലിനെ? എടാ നമ്മള് ഈ സിറ്റിത്തെ ഏറ്റവും വലിയ കീ ബിൽഡറിന്റെ അടുത്ത് പോവുക. കീ ഉണ്ടെങ്കിൽ ഇത് തുറക്കാലോ. ഫ്രാങ്ക്ലിനെ കീ ഉണ്ടെങ്കിൽ തുറക്കാ. അതുകൊണ്ട് കീ ബിൽഡറിന്റെ അടുത്ത് പോവാ. നിനക്കത് മേളിൽ കയറാൻ പറ്റുന്നില്ലേ? അവിടെ തട്ടി വീണ സ്റ്റെപ്പില്. എന്നാ വാ, മേളിൽ കയറ്. നമുക്ക് കീ ബിൽഡറിന്റെ അടുത്ത് പോയിട്ട് ഇതിനൊരു നല്ല കീ ചോദിക്കാം, എന്നിട്ട് ഈ ഡോർ തുറക്കാം, അതിന്റെ ഉള്ളിൽ കയറാം. പക്ഷെ പോവാൻ ഒരു വണ്ടി ഇല്ലല്ലോടാ. ഫ്രാങ്ക്ലിനോട് അത്ര ഒരു വണ്ടി വാങ്ങാൻ പറയുന്നത്. ആടാ ഞാൻ വിചാരിക്കുന്നു വണ്ടി വാങ്ങിയാലോ. എടാ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്, GTRഉം സുപ്രീം. ഏത് വാങ്ങണം? ഫ്രാങ്ക്ലിൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. കമന്റ് ചെയ്യാൻ പറ, എല്ലാവരോടും കമന്റ് ചെയ്യാൻ പറ. അത് ഞാൻ എല്ലാവരും പറ ഏത് വണ്ടിയാണ്. എനിക്കിപ്പോൾ സുപ്രീം GTR ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാൻ. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി കൊണ്ടുവരാം. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിലുള്ള വണ്ടിയായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു വീഡിയോയിൽ കൊണ്ടുവരിക. അത് പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. ആ വണ്ടി പെർമനൻ്റ്ലി വാങ്ങാൻ പോവാം. ആൻഡ് അതുവരെ നമുക്ക് ഇതിലിപ്പോൾ പബ്ലിക് വെഹിക്കിൾ ഉപയോഗിച്ചാൽ. അതുവരെ നീ ഇപ്പോഴും പബ്ലിക് വെഹിക്കിൾ തന്നെ ഉപയോഗിക്കുന്ന. പബ്ലിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന തെറ്റാന്നറിയാലോ ഫ്രാങ്ക്ലിനെ. എനിക്കറിയാം. നീ വന്ന് കേറ് വണ്ടിക്കകത്ത്. ഒരു സെക്കൻഡ്, ഇവിടെ ആരോ നിക്കുന്ന പോലെ എനിക്ക് തോന്നി. എടാ അത് കണ്ടാ? പബ്ലിക് വെഹിക്കിൾ വേണ്ട. നീയല്ലേ പറഞ്ഞ പബ്ലിക് വെഹിക്കിൾ തെറ്റാന്ന്. ഗുഡ് ഫ്രാങ്ക്ലിനെ. അപ്പൊ എന്ത് ചെയ്യാനാ പ്ലാൻ? എടാ അത് നോക്ക്, നെയ്ബറിന്റെ വീട്ടിന്റെ മുകളിൽ എത്ര വണ്ടിയാ നോക്ക്. ഇതെടുക്ക. സ്റ്റീലിംഗ് തന്നെയാ? എടാ ഇത് സ്റ്റീലിംഗ് ആണോ? ബോറോയിങ് അല്ലേ? പീപ്പിൾ മാറിക്ക്. എനിക്ക് ആ വണ്ടി എടുക്കണം. ഷിൻചാനെ നീ അവിടെ തന്നെ നിക്കാന്നില്ലേ, ഞാൻ താഴെ ഇറങ്ങിക്കോളും. അവിടെ ഏതാ 3 വണ്ടി. ആടാ 3 എണ്ണം ഉണ്ടോ ഇവിടെ. ഒരു നീല പച്ച ഇങ്ങനെ. ഇത് കാണാൻ ഭയങ്കര രസമുണ്ട്. ലൈക്ക് ഒരു പ്രത്യേക ഒരു ചെറിയൊരു ടോയ് കാർ പോലെ ഉണ്ട്. അവിടെ ഞാൻ അത് കേറിയിട്ടുണ്ട്. എടുത്തോണ്ട് താട്ടിറക്കട്ടെ. താട്ടിറക്കി. എവിടെയാ നീ? എടാ എപ്പോഴും എന്തിനാണ് നീ വരുമ്പോ ഇങ്ങനെ BGM നീ സ്വയം ഇടുന്നേ? ഒന്ന് ഓടി വാ ഷിൻചാനെ. വണ്ടി ഇടിക്കോടി. ജസ്റ്റ് മിസ് ഷിൻചാനെ, നിന്നിപ്പോ വണ്ടി ഇടിച്ചാനെ. നീ എന്താ വണ്ടി കയറാത്തെ? പോവാം. നേരെ പോകുന്ന കീ ബിൽഡറിന്റെ അടുത്തേക്കാ. കീ ബിൽഡർ അന്നൊരു ദിവസം പോയാള്. അത് തന്നെ. പക്ഷെ അയാളിപ്പോ വേറൊരു സ്ഥലത്താ. അങ്ങോട്ടാ പോന്നെ. അയാള് വേറെ സ്ഥലത്താന്നാ പറഞ്ഞേ. അന്ന് അങ്ങോട്ട് പോവാം. അയ്യോ വണ്ടി ഇടിച്ച്. ഫ്രാങ്ക്ലിനെ നോക്കി ഓടിക്കടാ. ഷിൻചാനെ ഞാൻ നോക്കി ഓടിക്കാം. സോ നീ പറ പോവാന്ന്. നമുക്ക് ലെറ്റ്സ് ഗോ പറ. Let's go to the key builder. A few moments later. ഫ്രാങ്ക്ലിനെ ഇറങ്ങട, ഇതല്ലേ സ്ഥലം. ഇറങ്ങാ. വാ ഫ്രാങ്ക്ലിനെ പോവാ. ഷിൻചാനെ നീ എന്താ ഗേറ്റിൽ തന്നെ നോക്കിയിരിക്കുന്ന? എന്നാ വാ പോവാ. ഈ ഗേറ്റ് കണ്ടിട്ട് ഒരു പ്രേതാലയം പോലെ ഇല്ലേ? ആടാ എനിക്കും തോന്നുന്നുണ്ട് പ്രേതാലയം പോലെ. പക്ഷെ നമ്മക്ക് ഇവിടെ താമസിക്കാൻ വന്നല്ലോ. അത് ശരിയാ. അപ്പൊ പ്രശ്നമില്ല, അന്ന് ഉള്ളിലോട്ട് കയറാം. ഫ്രാങ്ക്ലിന് ഇയാൾ തരുവോക്കി? ഇയാൾ തരും. നല്ല പൈസ കൊടുത്താ മതി. പൈസ കൊടുത്ത് ഇയാള് തരുമല്ലേ? ശരിയാ. അപ്പൊ നിന്റെ പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. ഉള്ളതെല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ആ റൂം തുറന്നു കഴിഞ്ഞാൽ എന്തോ ഉണ്ട് വില പിടിപ്പുള്ളു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഫ്രാങ്ക്ലിൻ എനിക്കും തോന്നുന്നുണ്ട് ആ റൂമിന്റെ ഉള്ളിൽ എന്തോ ഭയങ്കര എക്സ്പെൻസീവ് ആയ ഒരു സാധനം ഉണ്ട്. അത് തന്നെ ഞാൻ ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. വെയിറ്റ് ചെയ്ത് ആളിവിടെ നിൽക്ക്. താനല്ലല്ലോ. എടേ ഇവിടെ ആ അങ്കിൾ അവിടെ പോയി. അങ്കിളില്ല മോനെ. ആരുടെ മോൻ? ഇവൻ എന്നെക്കാട്ടിയും പ്രായം കുറവാണല്ലോ. ഡേയ് ഞാൻ നിന്നോട് ചോദിച്ചേ.
അങ്കിൾ ഇവിടെ ഇല്ല. അങ്കിൾ ഇവിടെ ഇല്ലേ? അന്ന് എനിക്കൊരു കീ വേണം. എൻ്റെ വീട്ടിലൊരു സീക്രട്ട് ആയിട്ടൊരു ഡോർ ഉണ്ട്. ആ ഡോർ തുറക്കും. ഇതുവരെ ആരും തുറന്നിട്ടില്ല. അങ്ങനത്തെ ഡോറാണോ? എന്നാ എനിക്ക് അങ്ങനത്തെ ഡോർ തുറക്കാൻ ഒരു ഇതുണ്ട്. എന്തുണ്ടെന്ന്? കീ ഉണ്ട്. പക്ഷെ എത്ര രൂപയാവും? ഒരു $500 $500 ഉള്ളൂ. ഷിൻചാനെ എടാ ഇവൻ മണ്ടനാടാ. അങ്കിളാണെങ്കിൽ ഇപ്പോൾ ഒരു $2 മില്യൺ വാങ്ങിയായിരുന്നു. പക്ഷെ ഇവൻ മണ്ടനായോണ്ട് 500 കിട്ടി. ആടാ എടാ ഓക്കെ ആ 500 ഏത് കീയാ? രണ്ടാമത് ഇത് വെച്ച് തുറക്കാൻ പറ്റുന്ന ഉറപ്പാണോ? തുറക്കാൻ പറ്റും. ഇത് വെച്ചല്ല ഏതാണ്ട് ഇങ്ങനത്തെ ഡോർസ് എല്ലാം തുറക്കാൻ പറ്റുന്ന. എന്നാ ഓക്കെ, ഞാൻ ഇതെടുക്കാം. പേയ്മെന്റ് ചെയ്ത് കീ എടുത്തിട്ടോ? ഓക്കെ, ഡീൽ. ഓക്കെ മോനെ, ഞാൻ പോവാ. ഷിൻചാനെ വാ. എടാ ഞാനില്ല, ഇപ്പം നേരെ പോയിട്ട് വീട്ടിൽ നിന്ന് ആ ഡോർ തുറക്കണം. കീ കിട്ടിയല്ലോ. ആ ഫ്രാങ്ക്ലിൻ, അപ്പൊ നമ്മൾ ഇന്ന് ഡോർ തുറക്കാൻ പോവാ. ആടാ പിന്നെ ഡോർ തുറക്കല്ലേ. എടാ ആ ഡോറിന്റെ ഉള്ളിൽ എന്തായിരിക്കും നിങ്ങക്ക് ത്രില്ലാവുന്നു ഫ്രാങ്ക്ലിനെ. പക്ഷെ എനിക്ക് ഈ ഡോർ വഴി കടക്കാൻ പറ്റുന്നില്ല. എടാ ഇങ്ങോട്ട് വന്നേ നീ. ഒരു മതിൽ ചാടി കടക്കാൻ പോലും പറ്റില്ല. ഇത് ഈ വഴി. എപ്പോഴും ഇങ്ങനെ ഷിൻചാനെ, നീ എപ്പോഴും ലേറ്റ് ആകും. ഫ്രാങ്ക്ലിനെ സോറിടാ, ഞാൻ സ്പീഡിൽ വരാൻ നോക്കുന്നു. പക്ഷെ മതിലൊക്കെ ഇവിടെ ഇങ്ങനെ പണിതിട്ടേന് ഞാൻ എങ്ങനെ വരിക? ഓക്കെ, എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. പക്ഷെ ആ വിഷമത്തിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. നീ എങ്ങനെയും ചാടാൻ പഠിക്കേണ്ടതുണ്ട്. ഫ്രാങ്ക്ലിനെ ചാടാൻ പഠിക്കാം. എന്തായാലും വണ്ടി കയറുക, പോവാ. എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കാൻ ഇഷ്ടം. എന്നാ എവിടെയെങ്കിലും കയറി ഷിൻചാനെ പോവാന്നാ. ആടാ പോ ഫ്രാങ്ക്ലിനെ, പോവാന്ന് പറഞ്ഞോണ്ടിരുന്നോളൂ. നമ്മളപ്പോൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാ. കീ വെച്ചിട്ട് ആ സീക്രട്ട് ഡോർ തുറക്കാം. ലെറ്റ്സ് ഗോ. A few moments later. എടാ ഷിൻചാനെ, നീ എന്താ ഭയങ്കര ഹാപ്പി ആയിട്ട്? എടാ എന്താ റീസൺ ഹാപ്പി ആവാൻ? എടാ ഡോർ തുറക്കല്ലേ. ഷിൻചാനെ എന്നാ വേഗം ഇറങ്ങി ഡോർ തുറക്കാം. ഞാൻ ഇറങ്ങി പോവാ. ഡോർ തുറക്കാം. യെസ് ഷിൻചാനെ, ഡോർ തുറക്കാം. വാ. ഇതിപ്പോ ഈ ഡോറിലേക്ക് കയറിയിട്ട് താഴോട്ട് പോകണം. ഷിൻചാനെ വാ. നീ എവിടെയാ? ഇവനെവിടെ പോയി? നീ എവിടെ ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നു? നീ എന്ത് ചെയ്യുന്നു ഇവിടെ? വാ, പുറകെ വാടാ, ഡോർ തുറക്കണ്ടേ? ഫ്രാങ്ക്ലിനെ, ഞാൻ ഇവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടത് നോക്കാൻ പോയതാ. എടാ നിനക്ക് തോന്നുന്ന ഇവിടെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആരുമില്ല. ആ സീക്രട്ട് ഡോറിന്റെ ഉള്ളിൽ ആരുമില്ല. അത് ഓർത്ത് നീ പേടിക്കണ്ട. അതെന്താ എനിക്ക് എത്ര ഉറപ്പ്? എടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാവൂലേ? കാരണം അവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ് ഫ്രാങ്ക്ലിനെ. എന്നാലും നീ എവിടെ? നീ എന്താ കാണിക്കുന്നത്? ഈ ഗ്ലാസ് എനിക്ക് കണ്ടൂടെ? ഷിൻചാനെ, ഞാൻ പറഞ്ഞു വന്നത് ഇത് അതുകൊണ്ട് ആരും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫ്രാങ്ക്ലിനെ, ഡയമണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഡയമണ്ട് കിട്ടും. നിനക്ക് ഡയമണ്ട് കിട്ടും, നോക്കാം. ഓക്കെ, സോ എന്തായാലും ഉള്ളിലോട്ട് കയറാം. ഞാൻ റെഡിയാ ഫ്രാങ്ക്ലിനെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഓക്കെ, 3, 2, 1 പറ. കീ വെച്ച് തുറക്കണു. 3, 2 അനു കീ ഇട്ട് നോക്കട്ടെ. തുറന്നു വർക്കാവുന്നുണ്ട്. സോ 3, 2, 1 ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഷിൻചാൻ, ഈ ഡോർ വഴി വന്നപ്പോ ഇതെന്താ സ്ഥലം? ഫ്രാങ്ക്ലിനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ സ്ഥലം ഇങ്ങനെ ആർക്കറിയാം? ഇത് എന്തോ ഒരു സ്ഥലമാടാ. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. ഇതാണല്ലേ കറണ്ട് ബില്ല് ഭയങ്കര ആയത് നമുക്ക് വീട്ടില്. ഫ്രാങ്ക്ലിൻ, ഇത് ലൈറ്റ് 24 hour ഇവിടെ ഓണാ. ആടാ എന്താ സംഭവം? ഇവിടെ കേറിയത് ഇപ്പൊ ആരെങ്കിലും ഇവിടെ ഉണ്ടാ? ഇവിടെ ആരെയും കാണാനൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആരും ഇല്ല. ഇതെന്തോ ഡ്രെയിനേജ് പോലെ ഉണ്ടല്ലോ. ഇവിടെ നിന്നൊക്കെ സ്മെല്ല് വരുന്നു. ഫ്രാങ്ക്ലിനെ, സ്മെല്ല് വരുന്നുണ്ട്. ഇത് വെള്ളം എടുത്ത് ഡ്രെയിനേജ് ആടാ. അണ്ടർഗ്രൗണ്ടിലോട്ട് നമ്മൾ കേറിയെന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിൻ, എനിക്ക് ഇതെന്താ ഗോൾഡാ. 500 വേസ്റ്റ് ആയില്ല ഷിൻചാനെ. ഗോൾഡ്. ഓ ഷിൻചാനെ, ഫ്രാങ്ക്ലിനെ, ഗോൾഡ് കിട്ടി നമുക്ക് കൊറേ. ഫ്രാങ്ക്ലിനെ, അത് നീ നോക്കി. അതെന്താ നോക്ക്. എന്താടാ? അവിടെ കൊറേ പേപ്പറുകള്. ഷിൻചാനെ, അവിടെ കുറെ പേപ്പറുകൾ ഉണ്ടല്ലോ. എടാ ഇത് ന്യൂസ് പേപ്പേഴ്സ് അല്ലേ? ഫ്രാങ്ക്ലിനെ, നമ്മുടെ വീട്ടിൽ പറഞ്ഞ ന്യൂസ് പേപ്പർ ഒക്കെ ഇങ്ങനെ ഇവിടെ വരുന്നത്. എടാ എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാ? എടാ എനിക്ക് തോന്നി ഇവിടെ ആരോ ഉണ്ടെന്ന്. ഫ്രാങ്ക്ലിന്, എനിക്കും തോന്നി ഇവിടെ ആരോ ഉണ്ടെന്ന്. വെയിറ്റ്, അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടേ. അയ്യോ, ഞാൻ നിന്നെ അറിയാതെ ചവിട്ടിയതാ. ഫ്രാങ്ക്ലിനെ, ഞാനും കേട്ടു അവിടെ സൗണ്ട്. ആരവിടെ? എടാ എനിക്കറിയില്ല. ബാബാ നോക്കിട്ടരാ. ആരാന്നറിയില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാ. സോ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിലിടാ. സോ ബൈ.